തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നതുകൊണ്ട് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 1 അധ്യായത്തിൻ്റെ വാസ്, ഞാനായിരുന്നു, വാസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ്, not came into existence. The beginning, test, the word of life was manifested, Christ with the Father, Son, fellowship. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് ദൈവം ഭൂമിയിലേക്ക് പിന്നെ വന്നതല്ല. ലോകത്തിൽ ഏത് കാര്യമെടുത്താലും ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു കാര്യമില്ല. ഈ വചനത്തിലില്ലാത്ത ഒരു കാര്യവും പുതുതായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. അതുകൊണ്ട് വചനത്തിലാണ് എല്ലാം ഉണ്ടായിരുന്നത്, വചനത്തിലാണ്. ദൈവം ആണിത്, ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നാണ് യേശു. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് പ്രപഞ്ചം, ദൈവത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഭവങ്ങളും, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും, 212 രാജ്യങ്ങളും, കടലും കരയും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ, ലോകത്തിൻ്റെ ചരാചരങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത്. ദൈവമാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ താഴോട്ട് വെളിച്ചം മുതൽ അങ്ങോട്ട് വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം വളരെ വ്യക്തമായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ജ്ഞാനി, സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ അല്പമാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് ഞാൻ നിങ്ങൾ. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ അല്പമാത്രം, സ്വല്പം കുറച്ച് സൃഷ്ടിക്കപ്പെട്ട എന്നെ നിങ്ങൾ ഇന്ന് സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ അത്രമാത്രം നമ്മൾ മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മഹത്വം അത്രമാത്രമാണ്, അഹങ്കരിക്കാനല്ല, താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവസ്നേഹം കാണിക്കാനാണ്. ദൈവം സ്നേഹമാണ്, ഈ ദൈവം സ്നേഹമാണ്, ഈ സുവിശേഷം സ്നേഹമാണ്, ഈ വചനം സ്നേഹമാണ്. ഞാനും നിങ്ങളും സ്നേഹത്തിൻ്റെ പര്യായങ്ങളാകണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യോഹന്നാൻ പ്രഖ്യാപിക്കുന്ന പോലെ സ്നേഹത്തിൻ്റെ ഭാഗങ്ങളായി തീരുമ്പോൾ ഞങ്ങൾ നിൻ്റെ പദ്ധതി പ്രകാരമാണല്ലോ ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളായിരിക്കുന്ന ഏതവസ്ഥയും ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിയില്ലാതെ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, എല്ലാ മേഖലകളിലുമുള്ള മാധ്യമ പ്രവർത്തകർ, ചാനലുകൾ, കഠിനാധ്വാനം ചെയ്ത് ഈ ലോകത്തെ മുൻപോട്ട് നയിക്കുന്ന എപ്പേർപ്പെട്ടവരെയും എല്ലാ തൊഴിൽ വിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവസൃഷ്ടിയുടെ ഭാഗമാണ് ഞങ്ങൾ. ദൈവത്തെക്കാൾ ഞങ്ങളെ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹം ലോകത്തിന് കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.